ഇംഗെ നാൻ ദ കിങ് എന്ന കോമഡി ആക്ഷൻ സിനിമയിലെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ബോംബെയിൽ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിന് പിന്നിൽ തീവ്രവാദികളാണെന്നാണ് പറയുന്നത്. അടുത്ത് തമിഴ്നാടാണ് അവരുടെ ടാർഗറ്റ്. തമിഴ്നാട്ടിൽ കൂടുതൽ അവർ ലക്ഷ്യമിടുന്നത് ചെന്നൈയാണെന്നും ഈ തീവ്രവാദികളെ എന്ത് വില കൊടുത്തും അടിച്ചമർത്തുമെന്ന് കമ്മീഷണർ വാർത്തയിലൂടെ പറയുന്നുമുണ്ട്. ഇനി നേരെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയാണ്. ഹീറോ ആണെങ്കിൽ 19 സ്കിഡാണ്. 19 സ്കിഡിന് എല്ലാം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ പെണ്ണ് കിട്ടാൻ മാത്രം എത്തിപ്പാടാണ്. പെണ്ണ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ വീടില്ലാത്തവന് പെണ്ണ് കൊടുക്കില്ല എന്ന് കുറേ പേർ. അങ്ങനെ നമ്മുടെ ഹീറോ 25 ലക്ഷം രൂപ കടം വാങ്ങിച്ച് ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കുകയാണ്. അപ്പോഴാ അടുത്ത മാരണം, കടമുള്ളവന് പെണ്ണ് കൊടുക്കില്ല എന്ന് വേറെ കുറേ പേർ. ഹീറോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മര്യാദയുള്ള പയ്യനാണ്. പക്ഷേ ജോലിയും ചെയ്യണം. ഈ മാട്രിമോണിയിൽ ചെന്ന് പെണ്ണ് അന്വേഷിക്കണം എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഹീറോ ഒരു കാര്യം തീരുമാനിച്ചു, മാട്രിമോണിയിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ പെണ്ണ് അന്വേഷിക്കാം. ഹീറോ ജോലി ചെയ്യുന്നതോ തൻ്റെ കൂട്ടുകാരൻ്റെ മാട്രിമോണി ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഈ കൂട്ടുകാരൻ്റെ തന്നെയാണ് ഹീറോ 25 ലക്ഷം രൂപ കടവും വാങ്ങിച്ചിരിക്കുന്നത്. ഇങ്ങനെ മാട്രിമോണിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരു കുടുംബം മാട്രിമോണിയിലേക്ക് വരികയാണ് കല്യാണ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. ദാ നോക്കിയപ്പോഴോ ഒരു പെണ്ണ് കുനിഞ്ഞു വരുന്നു. ഈ 2024 കുനിഞ്ഞു നടക്കുന്ന പെണ്ണും. അപ്പോഴാണ് മനസ്സിലായത് അത് കുനിഞ്ഞു നടക്കുന്നതല്ല, മൊബൈലിൽ നോക്കിക്കൊണ്ട് വരുന്നതാണെന്ന്. പെണ്ണിൻ്റെ കൂടെ വന്ന അച്ഛനും അമ്മയ്ക്കും പയ്യനെക്കുറിച്ച് വല്ല കണ്ടീഷനൊന്നുമില്ല. പക്ഷേ പെണ്ണിന് കുറച്ച് കണ്ടീഷനുണ്ട് കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യനൊരു യൂട്യൂബർ ആയിരിക്കണം, പോരാത്തതിന് ഇൻസ്റ്റയിൽ 1 മില്യൺ സബ്സ്ക്രൈബർ ഉണ്ടായിരിക്കണം, എല്ലാ ദിവസവും റീൽസ് ഇടണം, ആ റീൽസിൽ ഒരു റീൽസ് വൈറലും ആവണം. മാട്രിമോണിയിൽ ജോലി ചെയ്യുന്ന ഹീറോ ഇത് കേട്ട ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ എല്ലാ പൊരുത്തവും ചേരുന്ന ഒരാൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹീറോ തൻ്റെ ലാപ്ടോപ്പ് തിരിച്ച് ആ കുടുംബത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ലാപ്ടോപ്പിൽ വേറെ ആരുടെയും പടമായിരുന്നില്ല, ഹീറോയുടെ പടം തന്നെയായിരുന്നു. ഇത് കണ്ട കുടുംബം ഉടനെ തന്നെ ആ മാട്രിമോണി ഓഫീസിലെ മെയിൻ ഓഫീസറെ കണ്ട് പരാതിയും പറഞ്ഞിട്ട് സ്ഥലം കാലിയാക്കുകയും. നമ്മുടെ ഹീറോ മാട്രിമോണി ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ട് മാത്രമല്ല പെണ്ണന്വേഷിക്കുന്നത്, ഒരുപാട് ബ്രോക്കർമാരുടെ കയ്യിലും ജാതകങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പെണ്ണന്വേഷിക്കാൻ വേണ്ടി. ജോലിയെല്ലാം കഴിഞ്ഞ് ഹീറോ തൻ്റെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു വരികയാണ്. ഹീറോയുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ 2 കോൾ ഗേൾസ് താമസിക്കുന്നുണ്ട്. ഇവർ ഹീറോയെ കണ്ട ഉടനെ ചോദിക്കുകയാണ്, കുറേ കാലമായി പെണ്ണൊക്കെ അന്വേഷിച്ച് നടക്കില്ലേ, ഇതുവരെ പെണ്ണൊന്നും കിട്ടിയില്ലേ, ഇതുവരെ പെണ്ണൊന്നും സെറ്റായില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോകുന്നു പറഞ്ഞ് ഹീറോ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. പെണ്ണ് കിട്ടാത്ത സങ്കടത്തിൽ അന്ന് രാത്രി ഹീറോ ബാറിലേക്ക് പോകാമെന്ന് കരുതി. ബാറിൽ ഇരിക്കുമ്പോൾ ബ്രോക്കർ ഹീറോവിനെ കാണുകയാണ്. ഹീറോയെ കണ്ട ബ്രോക്കർ പറഞ്ഞു, നിന്നെ അന്വേഷിച്ചാണ് ഞാൻ നടന്നത്, നിനക്ക് പറ്റിയ ഒരു ആലോചന വന്നിട്ടുണ്ട്. രത്നപുരി ജമീന്ദാറിൻ്റെ മകൾ. രത്നപുരി ജമീന്ദാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടിക്കണക്കിന് സ്വത്തിന് ഉടമയുള്ള ആളാണ്, കോടീശ്വരൻ. 1000 കോടി സ്വത്ത് വരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അയാൾക്ക് 3 കണ്ടീഷനുണ്ട്. എന്തെന്നാൽ തൻ്റെ മോളെ കെട്ടുന്നയാൾ ഒരു അനാഥനായിരിക്കണം, നല്ല ജോലിക്ക് പോകുന്ന ആളായിരിക്കണം, പിന്നെ സ്വന്തമായി വീടുണ്ടായിരിക്കണം. ഈ 3 കണ്ടീഷനും നിനക്ക് ചേരും, അതുകൊണ്ടാണ് ഈ ആലോചന നിനക്ക് ഞാൻ കൊണ്ടുവന്നത്. ഇത്രയും കേട്ടതും ഹീറോ ഒരു കാര്യം തീരുമാനിക്കുന്നു, നാളെ തന്നെ ആ പെണ്ണിനെ പോയി കണ്ടിട്ട് തന്നെ കാര്യം. അങ്ങനെ ഹീറോയും ബ്രോക്കറും കൂടി ഒരു കാറ് പിടിച്ച് പെണ്ണ് കാണാൻ വേണ്ടി ജമീന്ദാറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയതും ഹീറോ അതിശയിക്കുകയാണ്. ഹീറോയെ സ്വീകരിക്കാൻ വേണ്ടി വലിയ ആഘോഷപൂർവ്വമാണ് അവരവിടെ നിൽക്കുന്നത്. കൊട്ടും പാത്തിയും മയിലാട്ടം, അങ്ങനെ വേണ്ട കലാപരിപാടികളെല്ലാം ഉണ്ട്. എന്തിനു പറയാം, ഹീറോയെ പനിനീര് തെളിക്കാൻ നിൽക്കുന്നത് ആ നാട്ടിലെ ബാങ്ക് മാനേജറാണ്. ആ നാട്ടിലെ ആൾക്കാരെല്ലാം ഹീറോയെ അതിശയത്തോടു കൂടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ജമീന്ദാറിൻ്റെ മോളെ കല്യാണം കഴിക്കാമെന്ന പയ്യനെ. അങ്ങനെ ഹീറോയെ ആനയിച്ച് അവർ അകത്ത് കൊണ്ടിരുത്തി വലിയൊരു ആഡംബരമായ കസേരയിൽ ഇരുത്തുകയാണ്. കസേരയുടെ ഫ്രണ്ടിൽ ഒരുപാട് പലഹാരങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ജമീന്ദാറും ജമീന്ദാറിൻ്റെ മോനും പറയുന്നുണ്ട് പലഹാരങ്ങളൊക്കെ എടുത്ത് കഴിക്കുമെന്ന്. പക്ഷേ ഹീറോ പറയുന്നു, പെണ്ണെവിടെ, പെണ്ണിനെ ഒന്ന് കാണട്ടെ എന്ന്. അങ്ങനെ പെണ്ണ് മോളിലത്തെ നിലയിൽ നിന്നും ഇറങ്ങി വരികയാണ്. ഇതാണ് നമ്മുടെ ഹീറോയിൻ. ഹീറോയിനെ കണ്ടപാടെ ഹീറോയ്ക്ക് ഇഷ്ടപ്പെടുകയാണ്. ഹീറോ പറയുകയാണ്, എനിക്ക് 25 ലക്ഷത്തിൻ്റെ കടമുണ്ട്. ഇത് കേട്ട ജമീന്ദാർ പറയുന്നു, അതൊന്നും കുഴപ്പമില്ല മോനെ, അതൊക്കെ നമുക്ക് തീർക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ഹീറോയിനെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ്. ഹീറോ എണീറ്റ് നിന്നിട്ട് പറയുകയാണ്, എനിക്ക് പെണ്ണുമായിട്ടൊന്ന് സംസാരിക്കണം. ഉടനെ തന്നെ ജമീന്ദാർ ഇടയ്ക്ക് വീഴുന്നു, ഇവിടെ അങ്ങനത്തെ പഴക്കമൊന്നുമില്ല. ഇത് കേട്ട എണീറ്റ് നിന്ന ഹീറോ പതുക്കെ അങ്ങിരുന്നു. എന്തായിരുന്നാലും ഈ സ്വത്തിൻ്റെയൊക്കെ പാതി എനിക്ക് തന്നെ കിട്ടാൻ പോവുകയല്ലേ, ജമീന്ദാറിനെ ഇപ്പോഴേ പിണക്കണ്ട എന്ന് വിചാരിച്ച് ഹീറോ അങ്ങ് സമാധാനിച്ചു. ഹീറോ ജമീന്ദാറിൻ്റെ അടുത്ത് ചോദിച്ചു, കല്യാണം നമുക്ക് എപ്പോൾ വയ്ക്കാം? അതിനെന്താ, കല്യാണം ഇപ്പം തന്നെ വെച്ച് കളയാലോ എന്ന് പറഞ്ഞ് ജമീന്ദാർ ഹീറോയെ പിടിച്ചുകൊണ്ട് ഒരു റൂമിലേക്ക് പോവുകയാണ്. അവിടെ കല്യാണത്തിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹീറോ ചിന്തിച്ചു, ഇനി ജമീന്ദാർ പരമ്പരയിൽ കല്യാണം പെണ്ണ് കണ്ട ഉടനെ തന്നെ നടത്തുമോ? എന്തായിരുന്നാലും നടക്കട്ടെ, സ്വത്തൊക്കെ കിട്ടാൻ പോവുകയല്ലേ. അങ്ങനെ അവരുടെ കല്യാണം അപ്പോൾ തന്നെ നടക്കുകയാണ്. കല്യാണം നടക്കുന്ന സ്ഥലത്ത് തന്നെ ഈ കല്യാണ രജിസ്ട്രേഷൻ ചെയ്യാൻ രജിസ്ട്രാർ വരെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കല്യാണ രജിസ്റ്ററിൽ ഒപ്പിടുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ ഹീറോയുടെ കയ്യെ തട്ടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഹീറോ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഹീറോയിൻ്റെ കയ്യെ തട്ടി മാറ്റി രജിസ്റ്ററിൽ ഒപ്പിട്ട് കല്യാണം അങ്ങ് നടത്തുകയാണ്. കല്യാണം നടന്നുടനെ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഈ ആഘോഷത്തിൻ്റെ ഇടയിൽ ഹീറോയിൻ ഹീറോയുടെ പാക്കറ്റിലോട്ട് ഒരു ലെറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ലെറ്റർ ഒന്നും ഹീറോ ശ്രദ്ധിക്കുന്നില്ല. അവൻ ആഘോഷത്തിൽ മുഴുകിയിരിക്കുകയാണ്, തൻ്റെ കല്യാണം നടന്നിരിക്കുകയല്ലേ. അങ്ങനെ ആഘോഷപൂർവ്വം ഹീറോ
ഹീറോയുടെ കല്യാണം ഉടനെ തന്നെ കഴിയുകയാണ്. കല്യാണം കഴിഞ്ഞ ഉടനെ ഹീറോ പെണ്ണ് കാണാമെന്ന സമയത്ത് ഹീറോയെ കാണാൻ കൂടി നിന്നിരുന്ന ആ നാട്ടുകാരില്ലേ, ഈ നാട്ടുകാരെല്ലാം കൂടി ഈ ജമീന്ദാറിൻ്റെ വലിയ വീട്ടിൽ കയറി കൈ കിട്ടിയ സാധനമെല്ലാം വാരിപ്പറക്കി എടുത്തുകൊണ്ട് പോവുകയാണ്. ഇത് കണ്ട ഈ നായകൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ജമീന്ദാർ ഉണ്ടല്ലോ, ജമീന്ദാർ ഈ നാട്ടിൽ നിന്നുള്ള എല്ലാവരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ ജമീന്ദാർ നാട്ടുകാരുടെ കൈയും കാലും പിടിച്ച് പറഞ്ഞിരുന്നു, എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പൊയ്ക്കോളൂ എന്ന്. അങ്ങനെയാണ് ഈ നാട്ടുകാർ എല്ലാ സാധനവും വാരിപ്പറക്കി എടുത്തുകൊണ്ട് പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പെണ്ണ് കാണാൻ വന്ന സമയത്ത് പനിനീർ തെളിച്ച ആ ബാങ്ക് മാനേജർ ഉണ്ടല്ലോ, ആ ബാങ്ക് മാനേജർ വീടും സ്വത്തും എല്ലാം അങ്ങ് ജപ്റ്റ് ചെയ്തു. കാരണം 10 കോടി രൂപ ബാങ്കിൽ നിന്ന് ഈ ജമീന്ദാർ ലോണും എടുത്തിട്ടുണ്ട്. ജമീന്ദാറിൻ്റെ പാതി സ്വത്ത് ആഗ്രഹിച്ച നമ്മുടെ നായകൻ ഇതെല്ലാം കണ്ട് തലകറക്കമാണ് വന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, വന്ന് പെട്ടുപോയില്ലേ. അവസാനം ജമീന്ദാറിന് മിച്ചമുള്ളത് ജമീന്ദാറിൻ്റെ ഒരു വണ്ടി മാത്രമാണ്. ഇതിനിടയിൽ നമ്മുടെ നായകൻ തന്നെ ഈ വലിയ കടക്കുടുംബത്തിൽ കൊണ്ട് കയറ്റി ആ ബ്രോക്കറിനെ നായകൻ തിരയുന്നുണ്ട്. പക്ഷേ ബ്രോക്കർ അതിനിടയ്ക്ക് മുങ്ങിയിരുന്നു. പിന്നെ ഒരു നിവൃത്തിയുമില്ലാതെ ജമീന്ദാറിൻ്റെ വണ്ടിയിൽ തന്നെ ജമീന്ദാറിനെയും ജമീന്ദാറിൻ്റെ മകനെയും താൻ കെട്ടിയ പെണ്ണിനെയുമായി നായകൻ നേരെ തൻ്റെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ പുതുപ്പെണ്ണിനെയും പുതുപ്പയ്യനെയും സ്വീകരിക്കുന്നത് ആരാണെന്ന് അറിയുമോ? നമ്മുടെ നായകൻ്റെ ഫ്ലാറ്റിന് അടുത്ത് താമസിക്കുന്ന 2 കോൾ ഗേൾസ് ഉണ്ടല്ലോ, അവരുടെ പേരാണ് ബേബി ഡോബി. ഇവരാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ അവർ ആ ഫ്ലാറ്റിനുള്ളിലേക്ക് കടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നായകനെ കുറച്ച് പാലുമായി വന്നു. നായകന് ദേഷ്യമാണ് വന്നത്. എന്നെ പറ്റിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര കൂളായിട്ടിരിക്കാൻ പറ്റുന്നത്? നായിക പറഞ്ഞു തുടങ്ങി. ഞാനൊന്ന് പറയട്ടെ, കേൾക്കൂ. പക്ഷേ നായകന് അതൊന്നും കേൾക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. നായകൻ പറഞ്ഞു തുടങ്ങി, ഞാൻ എല്ലാം പറഞ്ഞിട്ടല്ലേ നിന്നെ കല്യാണം കഴിച്ചത്. എനിക്ക് പണത്തിന് ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ പണത്തിനോട് ആർത്തിയില്ലായിരുന്നു. ഞാനൊരു അനാഥനാണെന്നൊക്കെ ഞാൻ തുറന്നു പറഞ്ഞതല്ലേ. എന്തിനാണ് നിങ്ങളെല്ലാം പേരും കൂടി എന്നെ ഇങ്ങനെ പറ്റിച്ചത്? താൻ കാരണം ഹീറോയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നുള്ള കാര്യത്തിൽ ഹീറോയിന് ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഹീറോയുടെ അളിയനും ഹീറോയുടെ അമ്മായിയപ്പനും ഈ കാര്യത്തിൽ ഒരു ദുഃഖം ഉണ്ടായിരുന്നില്ല. അവരപ്പോഴും എൻജോയ്മെൻറ്റ് മൈൻഡിലായിരുന്നു. സിനിമയിൽ അടുത്ത് കാണിക്കുന്നത് കമ്മീഷണർ ഓഫീസിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. മീറ്റിംഗിൽ ഇൻ്റലിജൻസ് ഓഫീസറായ സുകുമാരൻ പറയുന്നുണ്ട്, ബോംബെ നടന്ന സ്ഫോടനത്തിൻ്റെ ഭാഗമായി നമ്മളൊരു തീവ്രവാദിയെ പിടിച്ചിട്ടുണ്ട്. അവനിൽ നിന്ന് ഒരു കാര്യം അറിയാൻ പറ്റി. അടുത്ത യവന്മാർ ബോംബ് വയ്ക്കാൻ പോകുന്നത് ഇവിടെ നടക്കുന്ന ഫുട്ബോൾ മാച്ചിലാണ്. കമ്മീഷണർ ചോദിക്കുന്നു, അതെന്താ യവന്മാർ ഫുട്ബോൾ മാച്ചിൽ ബോംബ് വയ്ക്കുന്നത്? സുകുമാരൻ തുടർന്നു, ഫുട്ബോൾ മാച്ചിൽ ബോംബ് വെച്ച് കഴിഞ്ഞാൽ ലോകം മൊത്തം അറിയും ഇന്ത്യ സുരക്ഷിതമില്ലാത്ത ഒരു രാജ്യമാണെന്ന്. അതിനുവേണ്ടിയാണ് സാർ യവന്മാർ ഫുട്ബോൾ മാച്ച് തന്നെ തിരഞ്ഞെടുത്തത്. കമ്മീഷണർ പറയുന്നു, എന്ത് വില കൊടുത്തും തീവ്രവാദികളെ തടയണം. ഇവിടെ ഒരു ബോംബും പൊട്ടാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. തീവ്രവാദികളെയെല്ലാം അടിച്ചമർത്തണം. പിന്നെ കാണിക്കുന്നത് ടെററിസ്റ്റിൻ്റെ ഒരു നേതാവിനെയാണ്. ഈ നേതാവ് വയസ്സായ വീൽ ചെയറിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് കഞ്ഞി കൊടുക്കുകയാണ്. ഈ വ്യക്തിക്ക് നടക്കാനോ സംസാരിക്കാനോ ഒന്നും വലിയ കഴിവില്ല. ഇയാൾ ഒരു സ്വിച്ചിൽ അമർത്തുമ്പോൾ സൗണ്ട് കേൾക്കും. ഈ സൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടെററിസ്റ്റ് ഇയാൾക്ക് കഞ്ഞി കൊടുക്കണോ വേണ്ടേ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് ടെററിസ്റ്റ് തലവന് കമ്മീഷണറുടെ ഫോൺ കോൾ വരികയാണ്. കമ്മീഷണർ ചോദിക്കുകയാണ്, നീ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ബോംബ് വയ്ക്കാൻ പോകുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. ഫുട്ബോൾ ഗ്രൗണ്ടിൽ ബോംബ് വയ്ക്കുന്നത് നിനക്ക് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. തീവ്രവാദി തലവൻ തിരിച്ച് മറുപടി പറയുന്നു, ഇത് മുകളിൽ നിന്നുള്ള ഉത്തരവാണ്, എനിക്ക് നടത്തിയേ പറ്റൂ. ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ലെങ്കിൽ എന്താ, വേറെ സ്ഥലമൊന്നുമില്ലേ എന്ന് പറഞ്ഞ് തലവൻ ഫോൺ കട്ട് ചെയ്യുന്നു. തലവൻ ഉടനെ തന്നെ മറ്റൊരു കോൾ വിളിച്ച് തൻ്റെ കൂട്ടാളികളെടുത്ത് ചോദിക്കുന്നു, ബോംബ് വയ്ക്കുന്നയാൾ നാളെ വരില്ലേ? കൂട്ടാളികൾ തിരിച്ച് മറുപടി പറയുന്നു, നാളെ തന്നെ വരും. അടുത്ത് കാണിക്കുന്നത് ഹീറോയുടെ ഫ്ലാറ്റാണ്. ഇവിടെ ഹീറോയുടെ അമ്മായിയപ്പൻ ജമീന്ദാർ അപ്പാർട്ട്മെൻറ്റിലെ എല്ലാവർക്കും അന്നദാനം കൊടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് വരുന്ന ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഇതെന്താണ് കാണിക്കുന്നത്? ഇത് നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ രീതിയാണ്, എല്ലാവർക്കും അന്നദാനം കൊടുക്കുന്നത്. ഇത് കേട്ട ഹീറോ പറയുന്നു, അന്നദാനം നടത്തുന്നതൊക്കെ നല്ല കാര്യം, പക്ഷേ സ്വന്തം കാശെടുത്ത് വേണം അന്നദാനം നടത്താൻ. എൻ്റെ കാശെടുത്തിട്ടല്ല അന്നദാനം നടത്തേണ്ടത്. ഇങ്ങനെ അച്ഛൻ കാണിക്കുന്ന പല കാര്യത്തിനും അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും ഇടയിൽ നിന്ന് സമാധാനം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഹീറോയിൻ്റെ അവസ്ഥയാണ് കേട്ടോ. അടുത്ത് കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് ഹീറോയുടെ ബോസ് ഒരു ഹോട്ടലിലിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോൾ ഗേളായ ബേബി അവിടെ വരുന്നുണ്ട്. ബേബി വന്നിട്ട് ഒരു കാർഡ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, വരുമ്പോൾ കോൾ ചെയ്തിട്ട് വരണം കേട്ടോ എന്ന് പറയുന്നു. അടുത്ത് കാണിക്കുന്നത് ഹീറോ ഓഫീസിലേക്ക് പോകാൻ നേരമായപ്പോൾ ഹീറോയുടെ അമ്മായിയപ്പൻ ഒരു ലൈറ്റ് ഇടാൻ വേണ്ടി സ്വിച്ചിൽ കൈവയ്ക്കുകയാണ്. അങ്ങനെ ഷോക്കേറ്റ അമ്മായിയപ്പൻ നിലത്ത് വീഴുകയാണ്. നിലത്ത് വീണ ഇങ്ങനെ കണ്ട് ഹീറോയുടെ അളിയൻ ശരവണനും ഹീറോയിനും കൂടി ഓടി വരികയാണ്. ഓടി വന്നപ്പോൾ അമ്മായിയപ്പൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല മരുമോനെ, നീ ഓഫീസിലേക്ക് പോയിട്ട് വാ. അങ്ങനെ ഓഫീസിലേക്ക് എത്തിയ ഹീറോയ്ക്ക് ഒരു നല്ല വാർത്തയാണ് കേൾക്കാൻ പറ്റുന്നത്. ബോസ് വന്ന് പറയുന്നു, നമ്മുടെ ഓഫീസ് 1,00,000 പേരുടെ കല്യാണം നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ സെലിബ്രേഷൻ ഇന്ന് വൈകുന്നേരം നടത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും കുടുംബസമേതം വൈകുന്നേരം ഓഫീസിലേക്ക് വരേണ്ടതാണ്. എല്ലാവർക്കും പാർട്ടി ഉണ്ടായിരിക്കുന്നതാണ്. ഓഫീസിൽ നിന്നും തിരിച്ചെത്തിയ ഹീറോ ഇന്ന് ഓഫീസിൽ പാർട്ടിയുള്ള കാര്യം ഭാര്യയുടെ അടുത്ത് പറയുന്നു. അങ്ങനെ ഹീറോയും ഹീറോയുടെ അമ്മായിയപ്പനും അളിയനും ഭാര്യയും എല്ലാവരും കൂടി പാർട്ടിയിൽ പങ്കുചേരാൻ വേണ്ടി ഓഫീസിലേക്ക് പോവുകയാണ്. പാർട്ടിക്ക് വന്ന ഹീറോയിന്
ഹീറോയിന് ഒരു കാര്യം മനസ്സിലായി, തൻ്റെ ഭർത്താവിന് തന്നോടുള്ള പിണക്കം ഇപ്പോഴും മാറിയിട്ടില്ല എന്ന്. ഹീറോയിൻ ഹീറോയെ മാറ്റി നിർത്തി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ വന്ന സമയത്ത് നിങ്ങൾ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങളടുത്തെല്ലാം ഞാൻ തുറന്ന് പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അച്ഛൻ അത് മുടക്കി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലെറ്റർ എഴുതി നിങ്ങളുടെ പോക്കറ്റിൽ ഇട്ട് തന്നതാണ്. ആ ലെറ്റർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. എല്ലാം കഴിഞ്ഞ് രജിസ്ട്രാറിൽ ഒപ്പുവയ്ക്കാൻ പോയപ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ കയറി പിടിക്കാൻ ശ്രമിച്ചതാണ്. നിങ്ങൾ എൻ്റെ കയ്യെ തട്ടിമാറ്റി ഒപ്പുവയ്ക്കുകയാണ് ചെയ്തത്. ഈ കഥയെല്ലാം കേട്ട ഹീറോയ്ക്ക് തൻ്റെ ഭാര്യയോടുള്ള പിണക്കമെല്ലാം മാറുന്നു. പക്ഷേ അപ്പുറത്ത് കഥ വേറെ നടക്കുകയായിരുന്നു. പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ഹീറോയുടെ അമ്മായിയപ്പനും അളിയൻ ശരവണനും അലിമ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ചിക്കന് വേവില്ല, കറിക്ക് ചൂടില്ല എന്നൊക്കെ പറഞ്ഞാണ് അവർ അലിമ്പ് തുടങ്ങിയത്. ഇത് ചോദിക്കാൻ വന്ന ഹീറോയുടെ ബോസിനെ അവർ പിടിച്ച് അടിക്കുകയും ചെയ്തു. ബോസും അമ്മായിയപ്പനും തമ്മിൽ അടിയായി. ഈ അടി കണ്ടുകൊണ്ട് വന്ന ഹീറോ നോക്കിയപ്പോൾ അമ്മായിയപ്പൻ ആരടാ അടിക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോയുടെ ബോസിനെ ഹീറോ അറിയാതെ കൈവച്ചു. അങ്ങനെ പാർട്ടിയിൽ നിന്ന് എല്ലാവരെയും പിടിച്ച് പുറത്താക്കി. പോരാത്തതിന് ഹീറോയെ ജോലിയിൽ നിന്ന് പറഞ്ഞ് വിടുകയും ചെയ്തു. ഇതിലും അരിശം തീരാതെ ഹീറോയുടെ ബോസ് ഹീറോയെ ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞു. നീ എന്നിൽ നിന്ന് വാങ്ങിച്ച 25 ലക്ഷം രൂപ എനിക്ക് ഇപ്പം വേണമെന്ന. വീട്ടിൽ വന്ന ഹീറോ അളിയൻ ശരവണനെയും അമ്മായിയപ്പനെയും വിളിച്ച് കാര്യം പറഞ്ഞു. നിങ്ങൾ കാരണം എൻ്റെ മാനം പോയി, പോരാത്തതിന് ഇപ്പോൾ എൻ്റെ ജോലിയും പോയി, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? ഇതും പറഞ്ഞ് അളിയനെയും അമ്മായിയപ്പനെയും ഹീറോ വീട്ടിൽ നിന്ന് പുറത്താക്കി. വീട്ടിൽ നിന്നും പുറത്തായ ഹീറോയുടെ അളിയനും അമ്മായിയപ്പനും വീട്ടിനകത്തോട്ട് കയറാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറഞ്ഞ് ചിന്തിച്ചു വരുമ്പോൾ അതാ അപ്പാർട്ട്മെൻറ്റിൻ്റെ കാർ പാർക്കിങ്ങിൽ ഹീറോയുടെ ബോസ് നിന്ന് ആരെടുത്തോ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു. അമ്മായിയപ്പൻ ഓടിച്ചെന്ന് ബോസിൻ്റെ അടുത്ത് കാര്യം പറയാൻ തുടങ്ങി. ഞാൻ കാരണമാണ് നിങ്ങളും എൻ്റെ മരുമോനും തമ്മിൽ പ്രശ്നമുണ്ടാവാൻ കാരണം. എൻ്റെ മരുമോൻ്റെ അടുത്ത് നിങ്ങൾ ക്ഷമിക്കണം, എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ്, നിങ്ങൾ ഫ്ലാറ്റിലോട്ട് വരണം എന്ന് പറഞ്ഞ് ബോസിൻ്റെ കയ്യെ പിടിച്ച് അമ്മായിയപ്പൻ വലിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ഒരു പോലീസ് ജീപ്പ് അതുവഴി കടന്നുപോയി. ഇത് കണ്ട് പേടിച്ച ബോസ് ഈ അമ്മായിയപ്പനൊപ്പം പോവാൻ തയ്യാറായി. എന്തിനാണ് ഈ ബോസ് ഈ പോലീസ് ജീപ്പ് കണ്ടപ്പോൾ ഇത്ര ഭയപ്പെടുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. ഹീറോയുടെ ഫ്ലാറ്റിൽ വന്ന ബോസ് പറയുന്നു, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് വാഷ്റൂമിൽ സ്വിച്ചിൽ കൈവയ്ക്കുന്നു. ഉടനെ തന്നെ ബോസിന് ഷോക്ക് അടിക്കുന്നു. നേരത്തെ അമ്മാവിന് ഷോക്ക് കിട്ടിയില്ലേ, അതേ സ്വിച്ച് തന്നെയായിരുന്നു ഇതും. ഉടനെ ഹീറോ പറഞ്ഞു, ആരെങ്കിലും കട്ട എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്ന് അയാളെ അതിൽ നിന്ന് അടിച്ച് രക്ഷപ്പെടുത്തു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ആൾക്ക് ഓരോ കട്ട വീതം എടുത്തുകൊണ്ട് വന്ന് ബോസിനെ അടിക്കാൻ തുടങ്ങി. അടി കൊണ്ട് ബോസ് നിലത്ത് വീണു. പക്ഷേ ബോസ് ആ അടിയിൽ മരിച്ചു പോവുകയും ചെയ്തു. ബോസിൻ്റെ കാറ്റ് പോയി എന്ന് മനസ്സിലാക്കിയ ശരവണനും അമ്മാവനും അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിച്ചു. പക്ഷേ ഹീറോ വിട്ടില്ല. എല്ലാവരും കൂടി അടിച്ചു കൊന്നിട്ട് എന്നെ മാത്രം ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. പെടണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച്. ഈ സമയത്ത് അപ്പുറത്തെ ഫ്ലാറ്റിലെ ബേബി അവിടേക്ക് വരികയാണ്. ബേബി അവിടേക്ക് വരുന്നത് കണ്ട ഹീറോ ഉടനെ തന്നെ മരിച്ചുപോയ ബോസിനെ എടുത്ത് കസേരയിലിരുത്തുന്നു. കസേരയിലിരിക്കുന്ന ബോസ് മരിച്ചുപോയെങ്കിലും ചിരിച്ചാണ് ഇരിക്കുന്നത്. ചിരിച്ചിരിക്കുന്ന ബോസിനെ കണ്ട ബേബി ഉടനെ തന്നെ പറയുന്നു, ഇവൻ എൻ്റെ കസ്റ്റമറാണ്, എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് കാശ് തരാതെ മുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ബേബി ചെന്ന് ഈ മരിച്ച ബോസിൻ്റെ കോളറിൽ കയറി പിടിക്കുന്നു. അപ്പോഴാണ് ബേബിക്കും കാര്യം മനസ്സിലാവുന്നത്, ഇവൻ്റെ കാറ്റ് പോയി എന്നുള്ളത്. ബേബി പറയുന്നു, കുടുംബത്തോടു കൂടി ഒരുത്തനെ കൊന്നല്ലേ എന്ന്. എന്നാൽ ഹീറോ പതറുന്നില്ല. ഹീറോ പറയുന്നു, ഇപ്പോൾ നീയും അറിഞ്ഞിരിക്കുകയാണ് ഇയാളുടെ കാറ്റ് പോയ കാര്യം. ഈ കൊലപാതകത്തിൽ ഇപ്പോൾ നീയും പങ്കാളിയാണ്. കാരണം നീയും ഇപ്പോൾ ഇത് കണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഇതിലെ കൂട്ടാളിയാക്കി നിന്നെ അകത്താക്കുമെന്ന്. അങ്ങനെ ബേബിയും പറയുന്നു കൂടെ നിൽക്കാമെന്ന്. ഈ ബോഡിയെ എങ്ങനെ മറവ് ചെയ്യുമെന്ന് ഹീറോ സംശയം പ്രകടിപ്പിക്കുന്നു. ഉടനെ തന്നെ ബേബി പറയുന്നു, എനിക്ക് ഒരു കസ്റ്റമറുണ്ട്, അയാളുടെ പേര് ബലരാമൻ എന്നാണ്. അയാൾ ഈ മരിച്ചുപോയ ബോഡിയൊക്കെ മറവ് ചെയ്യുന്നതിൽ വിദഗ്ധനാണ്. അങ്ങനെ അവർ ബലരാമനെ ഫോൺ ചെയ്യുന്നു. ബലരാമൻ തിരിച്ച് മറുപടി പറയുന്നു, പറയുന്ന പണവും ബോഡിയുമായി എത്തുകയാണെങ്കിൽ മറവ് ചെയ്യുന്ന കാര്യം ബലരാമൻ ഏറ്റുവെന്ന് ബലരാമൻ ഉറപ്പ് കൊടുക്കുന്നു. രാത്രി ആയപ്പോൾ ആരും കാണാതെ ഫ്ലാറ്റിൽ നിന്ന് എല്ലാവരും കൂടി ചേർന്ന് ബോസിൻ്റെ ബോഡിയെ ഫ്ലാറ്റിന് താഴെ എത്തിക്കുന്നു. പക്ഷേ ഫ്ലാറ്റിലെ വാച്ചർ ഇത് കാണുന്നു. ഇത് കണ്ടപാടെ ചോദിക്കുന്നു, ഇയാൾക്ക് ഇത് എന്ത് പറ്റിയെന്ന്. പക്ഷേ ബേബി ഇടപെടുന്നു. ബേബി പറയുന്നു, എൻ്റെ കസ്റ്റമറാണ്, അടിച്ച് പൂസായിപ്പോയി, എങ്ങനെയെങ്കിലും വീട്ടിലെത്തുകയാണെന്ന്. വാച്ചറിൻ്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ട് ബലരാമൻ്റെ അടുത്ത് ബോസിൻ്റെ ബോഡി എത്തിച്ചതിന് ശേഷം അവർ തിരിച്ച് ഫ്ലാറ്റിലേക്ക് എത്തുന്നു. ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തിയവർ കണ്ട കാഴ്ച അതിശയിപ്പിക്കുന്നതായിരുന്നു. മരിച്ചുപോയ ബോസ് ദാ ഉടലോടുകൂടി അവിടെ തന്നെ നിൽക്കുന്നു. ജീവനോടുകൂടി നിൽക്കുന്ന ബോസ് ഹീറോയുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ എൻ്റെ നിന്ന് വാങ്ങിച്ച 25 ലക്ഷം രൂപ എനിക്ക് എപ്പോൾ തിരിച്ചു തരും? ഇതും കേട്ട് കണ്ണും വീഴ്ച നിൽക്കുന്ന സമയത്ത് തന്നെ ടി വിയിൽ ഒരു വാർത്ത കാണിക്കുകയാണ്. ചെന്നൈയിൽ ബോംബ് വയ്ക്കാൻ വന്നിരിക്കുന്ന തീവ്രവാദിയുടെ പടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇയാളെ ജീവനോടുകൂടിയോ കൊന്നോ പിടിച്ചു കൊടുക്കുന്നവർക്ക് 50 ലക്ഷം രൂപ സമ്മാനം ലഭിക്കുന്നതാണ്. ടി വിയിൽ കാണിച്ച തീവ്രവാദിയുടെ പടവും ബോസിൻ്റെ മുഖവും ഒരേപോലെ ഇരിക്കുന്നു. അപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മളെല്ലാവരും കൂടി അടിച്ചു കൊന്നത് ബോസിനെ അല്ല, തീവ്രവാദിയെയാണ്. ഉടനെ തന്നെ ഹീറോ പറയുന്നു, നമ്മൾ ബലരാമൻ്റെ ഏൽപ്പിച്ച ആ ബോഡി തിരിച്ചു വാങ്ങിച്ച് പോലീസിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 50 ലക്ഷം രൂപ കിട്ടും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി തീരും. ഇത് കേട്ട എല്ലാവരും ഇതിന് സമ്മതിക്കുന്നു. ഉടനെ തന്നെ ബേബി ബലരാമനെ ഫോൺ ചെയ്യുന്നു. പക്ഷേ ബലരാമൻ പറയുന്നു, അതൊരു മോർച്ചറിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു, ഇനി അത് തിരിച്ചെടുക്കാൻ പാടാണ്. ഇനി ആ ബോഡി കിട്ടണമെങ്കിൽ മോർച്ചറിയിൽ നിന്നും ആ ബോഡി അടിച്ചു മാറ്റണം. പണം ഉണ്ടാക്കാൻ വേണ്ടി ബോഡിയെ ആ മോർച്ചറിയിൽ നിന്നും ഓട്ടിച്ചേ മതിയാവും. ആ തീരുമാനത്തിൽ എല്ലാവരും എത്തുന്നു.
പിറ്റേ ദിവസം തന്നെ ഹീറോയും കൂടെയുള്ളവരും ആ മോർച്ചറിയുള്ള ആശുപത്രി പരിസരത്ത് എത്തുകയാണ്. എങ്ങനെയെങ്കിലും ബോഡി ഇവിടുന്ന് പൊക്കാനുള്ള എന്തെങ്കിലും ഉപായമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. എന്നാൽ ആശുപത്രിയുടെ മറ്റേ സൈഡിൽ ബലരാമൻ തനിക്കറിയാവുന്ന പോലീസുകാരൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ബോഡി എൻ്റെ അടുത്തുണ്ട്, ബോഡി ഞാൻ എടുത്തു തരികയാണെങ്കിൽ 25 ലക്ഷം രൂപ എനിക്ക് തന്നാൽ ഞാൻ ബോഡി എടുത്തു തരാമെന്ന്. എന്നാൽ പോലീസുകാരൻ പറയുന്നുണ്ട്, ആദ്യം നീ ബോഡി എടുത്തത്, അതിനുശേഷം നമുക്ക് 25 ലക്ഷത്തിൻ്റെ കാര്യമൊക്കെ ചിന്തിക്കാമെന്ന്. എന്നാൽ മറ്റൊരിടത്ത് കമ്മീഷണറും തീവ്രവാദി തലവനുമായി ഫോണിൽ സംസാരിക്കുകയാണ്. കമ്മീഷണർ അടുത്ത് തീവ്രവാദി തലവൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ബോംബ് വയ്ക്കാൻ പോകുന്ന ആളുടെ പടം നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് എന്ന്. ഉടനെ കമ്മീഷണർ പറയുകയാണ്, ഇൻ്റലിജൻസ് ഓഫീസർ വളരെ ബുദ്ധിയുള്ള ആളാണ്, അയാൾ എങ്ങനെയോ അത് കണ്ടുപിടിച്ചു. കൂടുതൽ ഞാൻ നിൻ്റെ അടുത്ത് സംസാരിച്ചാൽ എൻ്റെ അടുത്ത് സംശയം തോന്നും എന്ന് പറഞ്ഞ് കമ്മീഷണർ ഫോൺ കട്ട് ചെയ്യുന്നു. ഈ തീവ്രവാദി തലവൻ അറിഞ്ഞിട്ടില്ല ഈ ബോംബ് വയ്ക്കാൻ വന്ന തീവ്രവാദി മരിച്ചുപോയ കാര്യം. അയാൾ ഈ വന്ന തീവ്രവാദിയുടെ ഫോൺ ട്രാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നു ബോംബ് വയ്ക്കാൻ വന്നയാൾ ഇപ്പോൾ ഏതോ ഹോസ്പിറ്റലിൽ ഒളിച്ചിരിക്കുകയാണെന്ന്. കൂടെ ഉണ്ടായിരുന്ന മറ്റ് തീവ്രവാദികളെ അങ്ങോട്ട് അയച്ചു അവനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെ 4 തീവ്രവാദികൾ ഈ ബോംബ് വയ്ക്കാൻ വന്ന തീവ്രവാദിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഈ സമയം ഹീറോ ഒരു നല്ല പ്ലാനുമായി വണ്ടിയിൽ വരികയാണ്. എന്നിട്ട് ബേബിയെയും ഡോബിയെയും ഉണ്ടല്ലോ മറ്റേ കോൾ ഗേളുകൾ, അവരെ നേഴ്സുമാരായി ഹോസ്പിറ്റലിനകത്തേക്ക് വിടുകയാണ്. അതിനുശേഷം തൻ്റെ അളിയനായ ശരവണനെ ബോഡിയായിട്ട് വേഷം കെട്ടി മോർച്ചറിയിലേക്ക് ഏറ്റുവിടുകയാണ്. എന്നിട്ട് മോർച്ചറിയിലിരുന്ന തീവ്രവാദിയുടെ ബോഡിയെ വെന്റിലേറ്റർ വഴി പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഈ സമയം നേഴ്സിൻ്റെ വേഷം കെട്ടി ഹോസ്പിറ്റലിലോട്ട് പോയ ബേബിയുടെയും ഡോബിയുടെയും സഹായത്തോടു കൂടി ഈ തീവ്രവാദിയുടെ ബോഡിയെ ഒരു വീൽ ചെയറിലിരുത്തി ഹീറോയും ഹീറോയിനും കൂടി പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ മറ്റൊരു ഡോക്ടറുടെ കണ്ണിൽ ഇത് പെടുകയും ആ ഡോക്ടർ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ സമയം നോക്കി ബലരാമൻ തീവ്രവാദിയുടെ ഈ ബോഡിയെ തട്ടിയെടുക്കുന്നു. ഇത് ഹീറോയുടെ ബോസ് കാണുന്നു. ബോസ് ഉടനെ തന്നെ ഹീറോയെ വിളിച്ച് കാര്യം പറയുന്നു, തീവ്രവാദിയുടെ ബോഡിയെ വേറെ ആരോ തട്ടിയെടുത്തുവെന്ന്. അത് ബലരാമനാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നു. ബലരാമനെ പറ്റിക്കാൻ ഹീറോ ഒരു ഐഡിയ ഉപയോഗിക്കുന്നു. ബോസിൻ്റെ മുഖവും മരിച്ചുപോയ ആ തീവ്രവാദിയുടെ മുഖവും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് ബോസിൻ്റെ അടുത്ത് ബലരാമൻ്റെ മുന്നിൽ കൂടി നടന്നു പോകാൻ ഹീറോ പറയുന്നു. ബലരാമൻ നോക്കിയതും ബോഡി എണീറ്റ് തൻ്റെ മുന്നിൽ കൂടി നടന്നു പോകുന്നു. ഇത് കണ്ട ബലരാമൻ അതിശയിച്ച് ബോഡിയുടെ പുറകെ വിട്ടു. ഇതേ സമയം തന്നെ തീവ്രവാദി അന്വേഷിച്ചു വന്ന ആൾക്കാരും ഇത് കാണുന്നു. ഇത് കണ്ട് അവർ വിചാരിക്കുന്നു തങ്ങൾ അന്വേഷിച്ചു വന്ന ആളാണ് ആ നടന്നു പോകുന്നതെന്ന്. അങ്ങനെ ബലരാമനെ അടിച്ച് ഉതവാതാക്കി അയാളെ തീവ്രവാദികൾ അവരുടെ കൂടെ കൊണ്ടുപോകുന്നു. ബോസാണെങ്കിൽ കമാന്നൊരക്ഷരം മിണ്ടാൻ നിന്നില്ല. ഞാൻ തീവ്രവാദി അല്ലാന്നാറ്റും ഇവരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബോസിനും അടി കിട്ടുമല്ലോ. ഈ സമയത്ത് ബലരാമൻ്റെ വണ്ടിയിലിരുന്ന തീവ്രവാദിയുടെ ബോഡിയെ ഹീറോ സ്വന്തമാക്കുന്നു. ഇതേ സമയം തീവ്രവാദിയാണെന്ന് തെറ്റിദ്ധരിച്ച് ബോസിനെ വിളിച്ചുകൊണ്ടുപോയ തീവ്രവാദിയുടെ ആൾക്കാർ ബോസിൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങി, നിന്റെ മുഖം TV-യിൽ മൊത്തം കാണിച്ചു, ഇനി നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ബോംബ് വെച്ചിട്ട് കാര്യമില്ല, വേറെ എവിടെയെങ്കിലും വയ്ക്കണം. ഈ കാര്യമെല്ലാം നമ്മളെ അറിയിച്ചത് കമ്മീഷണറാണ്. അപ്പോൾ ബോസിന് ഒരു കാര്യം മനസ്സിലാകുന്നു, ഇതിൻ്റെ എല്ലാം പിന്നിൽ കമ്മീഷണറും ഉണ്ട് എന്ന്. എന്നാൽ ഈ സമയത്ത് ഹീറോ തൻ്റെ കയ്യിൽ തീവ്രവാദിയുടെ ബോഡി ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി തൻ്റെ അളിയനായ ശരവണനെ കമ്മീഷണർ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. ഈ സമയത്ത് തന്നെ തീവ്രവാദികൾ കൂട്ടിക്കൊണ്ടുപോയ ബോസിൻ്റെ ഫോണും ഹീറോയ്ക്ക് വരികയാണ്. ഞാൻ തീവ്രവാദികളുടെ കയ്യിൽ പെട്ടിരിക്കുകയാണ്, ഒരു കാരണവശാലും നിങ്ങൾ പോലീസിനെ ഇത് അറിയിക്കരുത്, കമ്മീഷണറും അവരുടെ ആളാണ് എന്ന് പറഞ്ഞതിന് ശേഷം തീവ്രവാദികളുടെ അഡ്രസ്സും സ്ഥലവും പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്യുന്നു. കമ്മീഷണർ ഓഫീസിലേക്ക് കയറിപ്പോയ ശരവണനെ കുറിച്ച് ഹീറോ ആലോചിച്ചു. കമ്മീഷണറിൻ്റെ അടുത്ത് എല്ലാം ശരവണൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരവണൻ്റെ കാര്യത്തിലും തീരുമാനമാവും, തീവ്രവാദികളുടെ കയ്യിലുള്ള ബോസിൻ്റെ കാര്യത്തിലും തീരുമാനമാവും. പിന്നെ ഹീറോ ഒന്നും ആലോചിച്ചില്ല, നേരെ കമ്മീഷണർ ഓഫീസിലേക്ക് ഓടിക്കേറി. പക്ഷേ ശരവണൻ കമ്മീഷണറിൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങിയിരുന്നു, തീവ്രവാദിയുടെ ബോഡി നമ്മുടെ കയ്യിലുണ്ട് സാർ, സംശയമാണെങ്കിൽ നിങ്ങൾ വണ്ടിയിൽ വന്ന് നോക്കൂ, വണ്ടിയിൽ തന്നെ ബോഡി ഇരിപ്പുണ്ട്. ഓടിക്കേറി വന്ന ഹീറോ ഇടയ്ക്ക് കയറി പറഞ്ഞു, സാർ അവന് തലയ്ക്ക് സുഖമില്ലാത്ത ആളാണ്, 50 ലക്ഷം രൂപ കിട്ടുമെന്ന് TV-യിൽ പറയുന്നത് കേട്ട് വായിൽ തോന്നിയ അതും ഇതുമൊക്കെ വന്ന് വിളിച്ച് പറയുന്നതാണ്, തലയ്ക്ക് സുഖമില്ലാത്ത ആളാണ് സാർ, ക്ഷമിച്ചു കളയണം. പക്ഷേ സംശയം തോന്നിയ കമ്മീഷണർ ഉടനെ തന്നെ തീവ്രവാദി നേതാവിനെ ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആൾ നിങ്ങളുടെ സ്ഥലത്ത് തന്നെ ഉണ്ടോ? തീവ്രവാദി നേതാവ് നോക്കിയിട്ട് പറയുകയാണ്, ബോസ് അവിടെ നിൽക്കുകയല്ലേ, ബോസാണ് തീവ്രവാദി എന്ന് വിചാരിച്ച് തീവ്രവാദി നേതാവ് പറയുകയാണ്, നമ്മുടെ ആൾ ഇവിടെ തന്നെ ഉണ്ട്. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം കമ്മീഷണർ പറഞ്ഞു, എവൻ്റെ തലയ്ക്ക് സുഖമില്ലാത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് നാളെ കൊണ്ട് കാണിക്കണം കേട്ടോ, വിളിച്ചുകൊണ്ട് പോ. ഇതേ സമയം തീവ്രവാദികളുടെ ഇടയിൽ തീവ്രവാദിയായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ബോസ് തീവ്രവാദികളുടെ ലീഡറിൻ്റെ അടുത്ത് പറയുകയാണ്, പുറത്ത് മൊത്തം പോലീസാണ്, രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് കുറച്ച് ആൾക്കാരുടെ സഹായം വേണം, ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട്, അവർ മിക്കവാറും ഇങ്ങോട്ട് വരും. ഇത് കേട്ട് പറയുന്നത് തീവ്രവാദിയാണെന്ന് തെറ്റിദ്ധരിച്ച് തീവ്രവാദികളുടെ ലീഡർ സമ്മതിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഹീറോ തീവ്രവാദിയുടെ ബോഡിയുമായി തീവ്രവാദികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി തീവ്രവാദികൾക്ക് കൊടുത്തിട്ട് തൻ്റെ ബോസിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഹീറോയുടെ വണ്ടിയുടെ പുറകെ നമ്മുടെ ബലരാമനുമുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീവ്രവാദിയുടെ ബോഡിയെ തട്ടിയെടുക്കാൻ വേണ്ടിയാണ്. ഹീറോ തീവ്രവാദികളുടെ സങ്കേതത്തിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം കൂടെയുള്ളവരടുത്ത് പറയുകയാണ്, ഞാൻ അകത്ത് പോയി 10 മിനിറ്റിന് ശേഷം ഒരു കോൾ ചെയ്യുമ്പോൾ മാത്രം ഈ ബോഡിയുമായി അകത്ത് വരിക എന്ന് പറഞ്ഞു.
എന്നിട്ട് ഹീറോ തീവ്രവാദികളുടെ അടുത്തേക്ക് പോകുന്നു. തീവ്രവാദികളുടെ ഇടയിൽ തീവ്രവാദിയായി അഭിനയിക്കുന്ന ബോസ് ഹീറോയെ കണ്ടിട്ട് പറയുന്നു, ഞാൻ പറഞ്ഞ ആൾ ഇതാണ്, ഇവനാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത്. ഇതിനിടയിൽ ഹീറോയുടെ അടുത്ത് ബോസ് ചോദിക്കുകയാണ്, നീ എന്ത് ഐഡിയ ഉപയോഗിച്ചാണ് എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാൻ പോകുന്നതെന്ന് ഒന്ന് പറ. ഇത് കേട്ട ഉടനെ ഹീറോ പറയുകയാണ്, അത് പറയണമെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള 25 ലക്ഷം രൂപ ഇനി ചോദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം. വേറെ നിവൃത്തിയില്ലാതെ ബോസ് അതിന് സമ്മതിക്കുന്നു. ഉടനെ തന്നെ തീവ്രവാദികളുടെ നേതാവും ചോദിക്കുന്നു, എന്ത് ഐഡിയയാണ് ഇയാളെ പുറത്തിറക്കാൻ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്? ഹീറോ പറഞ്ഞു, ഇയാളെ ടി വിയിൽ മൊത്തം ഇപ്പോൾ കാണിച്ചതുകൊണ്ട് എല്ലാ പേർക്കും ഇയാളെ ഇപ്പോൾ അറിയാം. അതുകൊണ്ട് ഇയാൾ മരിച്ചെന്ന് വരുത്തി തീർക്കണം. അതിന് ഇയാളെ പോലത്തുള്ള ഒരു ബോഡി സംഘടിപ്പിക്കണം. ഇത് കേട്ട തീവ്രവാദി നേതാവ് ചോദിക്കുന്നുണ്ട്, അതിന് ബോഡി ഇനി എവിടെ നിന്ന് കൊണ്ടുവരും? പേടിക്കേണ്ട, ഒരു ബോഡിയുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എന്നിട്ട് ഹീറോ കോൾ ചെയ്ത് വെളിയിൽ നിൽക്കുന്ന ബോഡിയെ അകത്തു കൊണ്ടുവരാൻ പറയുന്നു. അപ്പോൾ ഹീറോയും തിരിച്ചു പറയുന്നു, ബോഡിയെ തേടി ബലരാമനും എത്തിയിട്ടുണ്ട്. ബലരാമന്റെ ശ്രദ്ധ ധരിക്കാൻ വേണ്ടി അവർ വണ്ടി എടുത്തുകൊണ്ട് മാറിപ്പോകുന്നു. അങ്ങനെ ബോഡി കൊണ്ടുവരാൻ താമസിക്കുമെന്നറിഞ്ഞ ബോസ് പേടിച്ചിട്ട് പറയുന്നു, എന്തെങ്കിലും ഒരു ഐഡിയ ഉപയോഗിച്ചാൽ രക്ഷപ്പെടുത്താൻ നോക്ക്. ഉടനെ തന്നെ ഹീറോ ഒരു കാര്യം കാണുന്നു, ആ തീവ്രവാദി ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ തീവ്രവാദിയുടെ അടുത്ത് ചോദിക്കുന്നു, എനിക്കും ഒരു ചായ തരാൻ പറ്റുമോ? തീവ്രവാദി ചായ എടുക്കാൻ വേണ്ടി അകത്ത് പോയ തക്കത്തിന് തീവ്രവാദി കുടിച്ചുകൊണ്ടിരുന്ന ചായയിൽ ഹീറോ കൊതുകിനടിക്കാനുള്ള മരുന്ന് അടിക്കുന്നു. ഇത് തീവ്രവാദിയുടെ ആ വയസ്സായ കിളവനുണ്ടല്ലോ, വീൽ ചെയറിലിരിക്കുന്ന, അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ഹീറോ ബോസിന്റെ അടുത്ത് ചോദിക്കുന്നു, ഇയാൾ ഇനി ആ തീവ്രവാദിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമോ? ബോസ് പറയുന്നു, എടേ ഇങ്ങേര് പറയാനൊന്നും പോണില്ല, ഞാൻ വന്ന നേരം തൊട്ട് ഇയാളെ ശ്രദ്ധിക്കുകയാണ്. ഇയാൾ സംസാരിക്കുകയില്ല, മിണ്ടേല, എഴിച്ചു നടക്കില്ല, നീ പേടിക്കാതിരിയെന്ന്. തിരിച്ചു വന്ന തീവ്രവാദി ചായ ഹീറോയ്ക്ക് കൊടുത്തതിന് ശേഷം സ്വന്തം ചായ കുടിക്കാൻ തുടങ്ങിയപ്പോൾ വീൽ ചെയറിൽ ഇരിക്കുന്ന അമ്മാവനുണ്ടല്ലോ അലാറം അടിക്കാൻ തുടങ്ങി. ഇത് കേട്ട തീവ്രവാദിക്ക് കാര്യം മനസ്സിലായി, എന്തോ പന്തികറുണ്ട്. തീവ്രവാദി ആ അമ്മാവനോട് ചോദിച്ചു, എന്താ ഇവനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഉടനെ തന്നെ അമ്മാവൻ വീണ്ടും തുടരെ അലാറം അടിച്ചു. കാര്യം മനസ്സിലായ തീവ്രവാദി ഹീറോയ്ക്കിട്ട് പൊതിരെ തല്ലു തുടങ്ങി. ഹീറോയുടെ കൂടെ ബോസിന് മടി കിട്ടി. ബോസ് അവസാനം സത്യമെല്ലാം വിളിച്ചു പറഞ്ഞു, ഞാൻ തീവ്രവാദിയൊന്നുമല്ല, ബോംബ് വയ്ക്കാൻ വന്ന നിങ്ങളുടെ തീവ്രവാദി മരിച്ചു, അങ്ങേരുടെ ബോഡിയാണ് പുറത്തുള്ളത് എന്ന്. ഇതിനിടയിൽ തീവ്രവാദി സംഘത്തിലേക്ക് വന്ന ഹീറോയുടെ മറ്റു കൂട്ടാളികളെയും ഹീറോയും എല്ലാം തീവ്രവാദികൾ കെട്ടിയിടുന്നു. എന്നിട്ട് പറയുന്നു, നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ മരിച്ചില്ലേ, അയാളുടെ ശവം അടക്കിയതിന് ശേഷം യുവമാരെല്ലാം ബോംബ് വെച്ച് ഇല്ലാതാക്കാമെന്ന്. ഇതിനിടയിൽ ബലരാമന്റെ ആൾക്കാർ ബോഡി അന്വേഷിച്ച് തീവ്രവാദി സംഘത്തിലേക്ക് എത്തുകയാണ്. പിന്നെ നടക്കുന്നത് ഒരു കൂട്ടുകടിയാണ്. കെട്ടിയിട്ടിരുന്ന ഹീറോ രക്ഷപ്പെടുന്നു. അങ്ങനെ തീവ്രവാദിയെ കീഴ്പ്പെടുത്തുന്നു. അതിനുശേഷം ബോംബ് എവിടെയാണ് നിങ്ങൾ വച്ചിരിക്കുന്നതെന്ന് തോക്ക് വെച്ച് തീവ്രവാദിയുടെ അടുത്ത് ചോദിക്കുന്നു. പക്ഷേ തീവ്രവാദി പറയാൻ തയ്യാറാവുന്നില്ല. ഒടുക്കം ആ സുഖമില്ലാത്ത അമ്മാവൻ്റെ നെഞ്ചിൽ തോക്ക് വയ്ക്കുമ്പോൾ തീവ്രവാദി പറയുന്നു, അത് ബസ്സിനകത്താണ് വച്ചിരിക്കുന്നത് എന്ന്. പക്ഷേ അവിടെയും ഒരു ട്വിസ്റ്റ് ഉണ്ട്. കോയമ്പത്തൂരിൽ 500ഓളം ബസ്സുണ്ട്, അതിൽ ഏത് ബസ്സിലാണ് നീ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഹീറോയുടെ അടുത്ത് വില്ലൻ ചോദിക്കുന്നു. ഉടനെ തന്നെ ഹീറോ പോലീസിനെ വിളിച്ച് കാര്യം അറിയിക്കുന്നു. ഹീറോയും കൂട്ടാളികളും എല്ലാവരും കൂടി കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നു. അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തിയ ഹീറോയെയും ബോസിനെയും കണ്ട് മറ്റ് തീവ്രവാദികൾ പിന്നെയും സംശയിക്കുന്നു. ഈ ബോസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദിയാണെന്ന് വിചാരിച്ച് ആ തീവ്രവാദികൾ പറയുന്നു, ബോസ് നിങ്ങൾ പറഞ്ഞതുപോലെ ആ ബോംബ് നമ്മൾ മാറ്റി ബസ്സിനകത്ത് വച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട ഉടനെ തന്നെ ബോസ് ഈ തീവ്രവാദികളെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുന്നു. പോലീസ് എത്ര ചോദ്യം ചെയ്തിട്ടും ഈ തീവ്രവാദികൾ ബോംബ് ഏത് ബസ്സിലാണ് വച്ചതെന്ന് പറയുന്നില്ല. എന്നാൽ ഹീറോ ഒരു ഐഡിയ ഉപയോഗിക്കുന്നു. പോലീസിൻ്റെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങിച്ച് തീവ്രവാദികളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹീറോ ഇങ്ങനെ പറഞ്ഞു, ഇയാൾ ഏത് ബസ്സിൽ നിന്നാണ് ഇറങ്ങി വന്നതെന്ന് ഇവിടെ നിൽക്കുന്നവർക്ക് അറിയാമോ എന്ന് ഒച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്നു. ഉടനെ തന്നെ ഒരാൾ പറയുന്നു, അയാൾ ആ കിടക്കുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് പറയുന്നു. അങ്ങനെ ബോംബിനെ ആ ബസ്സിൽ നിന്ന് കണ്ടെത്തുന്നു. എല്ലാവരെയും ഹീറോ രക്ഷപ്പെടുത്തുന്നു. കമ്മീഷണറെയും തീവ്രവാദികളെയും എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഹീറോയ്ക്ക് 50 ലക്ഷം രൂപയും കിട്ടുന്നു. അങ്ങനെ അവരുടെ ജീവിതം അടിപൊളിയായി മുന്നോട്ട് പോകുന്നു. സിനിമ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്.